ബാൻഡ് ഒരു 10 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം? അല്ലെങ്കിൽ ആരുടെ ഒരു ഐഡിയ ആയിരുന്നു പാട്ട് ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കിനെ ഭയങ്കര പ്രണയിക്കുന്ന 4 പേര്? No matter what you try, ഐ ഫീൽ ലൈക്ക് ഞങ്ങൾക്ക് ആ ബാൻഡ് എന്ന് പറഞ്ഞൊരു കൾച്ചർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞങ്ങൾക്ക് ഇപ്പം വി ആർ ലിവിങ് ഇറ്റ്. ഞങ്ങളത് ജീവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വി ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. ഞങ്ങൾ പുറത്ത് പോകും, ലണ്ടനിൽ പോകും, US പോകും. ഞങ്ങളുടെ തന്നെ പാട്ടിൽ ഞങ്ങൾ എഴുതിയ പാട്ടുകൾ ആൾക്കാർ തിരിച്ച് പാടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് സക്സസ് ഇസ് ഫോർ അസ് ആസ് ഓഫ് നൗ. നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിച്ചുകൊണ്ട് ഒരുപോലെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഞങ്ങളെല്ലാവരും 4 പേരും കണ്ടുമുട്ടി. അത് താങ്ക്സ് ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അറൗണ്ട്. ഐ തിങ്ക് ഞങ്ങളായിരിക്കും പ്രോബ്ലി ദ ഫസ്റ്റ് ബാൻഡ് ഫ്രം കേരള ലണ്ടനിലും ന്യൂയോർക്കിലും ഒക്കെ ഒരു വലിയ വെന്യൂസ് അലൗട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും ഇൻഡിവിജ്വൽ ഷോസ്. എവിടെ പോലും നമ്മുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അത് അവിടെ തന്നെ വെച്ച് എവിടെ പോലും ബിരിയാണി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. ലണ്ടനിൽ പോയിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി സ്പോട്ട് കണ്ടുപിടിച്ചു. മലയാളം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫീച്ചർ ഉണ്ടെങ്കിൽ ജോബേട്ടൻ ചെയ്യുന്നുള്ള ഒരു എല്ലാവർക്കും ഒരു തീരുമാനം ഉണ്ടാവും. ജോബേട്ടനും ഇതൊരു ഫീച്ചർ ചെയ്തിട്ടില്ല. ജോബേട്ടനും ഫസ്റ്റ് ടൈം. അപ്പോൾ ജോബേട്ടൻ എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെ വരും എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ കേരളം ഐ തിങ്ക് ജോബേട്ടൻ്റെ ശബ്ദം റെപ്രസെൻറ്റ്സ് കേരളം ഭയങ്കരമായിട്ട്. റൂട്ടഡും ആ ഒരു ഹസ്കിനെസ്, ആ മൊത്തം ഒരു ആ ഫ്ലേവർ ഓഫ് എ സൗണ്ട് ഭയങ്കരമായിട്ട് കേരളത്തിനെ റെപ്രസെൻറ്റ് ഞങ്ങൾക്ക് തോന്നുന്നു. ജോബേട്ടൻ പക്ഷേ വർക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ജോബേട്ടൻ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ജോബേട്ട കിളികൾ പാടും നിരകളാ മിഴികൾ തേടും മലനിരയാ. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ്? ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാമോ ആയിരിക്കും? സൈലന്റ് കില്ലറാണ്. ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള 3 പേരാണ്. ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത്ര ഞങ്ങളുടെ പാട്ടുമായിട്ട് കണക്റ്റ് ആവും, ഞങ്ങളുടെ പാട്ട് ഇത്രയും ആൾക്കാർ കേട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ആക്ച്വലി നമ്മളെപ്പോലെ തന്നെ ഫീൽ ചെയ്യും എന്നുള്ള സാധനമൊന്നും ഞങ്ങൾ ആദ്യം ആലോചിക്കുന്നില്ല. ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങളുടെ ഒന്ന് എഴുതുന്നു. ഞങ്ങളുടെ 4 പേരുടെയും എഫേർട്ട് ഹാസ് മേഡ് സംബഡീസ് ലൈഫ് ബെറ്റർ. വെഞ്ചായ മെറ്റോസ്റ്റ് ആണ് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ ഡൗട്ട് എനിക്കൊന്ന് പ്രേക്ഷകർക്കുള്ള ഒരു ഡൗട്ടാണ്. എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, നിങ്ങൾ മലയാളികളാണോ എന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ രസമായിട്ടും മലയാളം സംസാരിക്കുന്നു. ഇല്ല, വീട്ടില് മലയാളം സംസാരിക്കാറ്, അത് വലിയ വ്യത്യാസമൊന്നുമില്ല. പാട്ട് എഴുതുമ്പോൾ അത് കുറച്ച് എക്സ്പ്രഷൻ ഇംഗ്ലീഷിലായി പോകുന്നു എന്നുള്ളതാണ് മേജർ പ്രശ്നമായിട്ട് ഇപ്പൊ തോന്നുന്നത്. പക്ഷേ ഞങ്ങള് മൾട്ടി ലിംഗ്വൽ ആണ്. ഞങ്ങൾക്ക് തമിഴും ഹിന്ദിയും കുറച്ച് അറിയാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് ഓരോ പാട്ടിൽ എഴുതുന്നു. ഇതേ ഡൗട്ട് ടോട്ടലി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. യൂഷ്വലി ബാംഗ്ലൂർ ആണെന്നാണ് എല്ലാരും വിചാരിക്കാറ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഒറ്റേറും എല്ലാം കൂടെ ചേർത്തായിരിക്കും. പിന്നെ ഇവനെ കൂടെ കണ്ടു കഴിയുമ്പോൾ മൊത്തത്തില് അപ്പൊ മലയാളി ഞാൻ മാത്രമായിരിക്കും. അതെ, ഷോർട്ട് അല്ലേ. ബാക്കിയെല്ലാവരും കുറച്ച് മിക്സ് ആയി. ഇപ്പൊ കൊങ്കണി, തമിഴ്, തുളു അങ്ങനത്തെ മിക്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പാട്ടിൽ വരുമ്പോൾ നമുക്ക് മൾട്ടി ലാംഗ്വേജസ് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഒരു ട്രെൻഡ് പോലെ തന്നെയാണ്. ഒരു 10 വർഷത്തെ ഒരു ജേണി, അതൊരു സക്സസ്ഫുൾ ജേണി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നുന്ന കാര്യം, ഒരു ബാൻഡ് ഒരു 10 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം? അല്ലെങ്കിൽ ആരുടെ ഒരു ഐഡിയ ആയിരുന്നു പാട്ട് ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കിനെ ഭയങ്കര പ്രണയിക്കുന്ന 4 പേര് അവരൊരുമിച്ചൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണോ? എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? ആരാണ് ഇതിന്റെ ഒരു തുടക്കം ഇട്ടത്? ഞാൻ ആദ്യമേ ഇതിനൊരു ടച്ച് വുഡ് പറയാം. കാരണം ഞങ്ങൾ ഈ ഇടയ്ക്ക് ചെയ്ത ഇന്റർവ്യൂവിൽ എല്ലാവരും 10 വർഷമായിട്ട് ഒരുമിച്ച് ഒരു ബാൻഡ് പോകുന്നത് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അടികൂടാതെ പോവാണ്. അപ്പോൾ അതിനൊരു ടച്ച് വുഡ് പറഞ്ഞ് തന്നെ തുടങ്ങാം. പക്ഷെ ഐ തിങ്ക് നേരത്തെ പറഞ്ഞ പോലെ 4 മ്യൂസിക് ലവേഴ്സ് കമ്മിങ് ടുഗെദർ ആണ് ഇതിന്റെ മെയിൻ ഒരു ആരംഭം. മൊത്തത്തില് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്നായിരുന്നു ആഗ്രഹവും. ഞങ്ങൾ വന്ന സമയത്ത് ബാൻഡ്സ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അത് കേട്ടാണ് ഞങ്ങൾ വളർന്നത്. കൂടുതലും മ്യൂസിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ട് വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെറ്റ്സ് അതിൻ്റെ ഒരു ഫീലിങ്ങും അതിൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. എങ്ങനെ ഒരു 4 പേര് ചേർന്ന് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഫ്രണ്ടാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഐ തിങ്ക് നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിച്ചുകൊണ്ട് ഒരുപോലെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഞങ്ങളെല്ലാവരും 4 പേരും കണ്ടുമുട്ടി. അത് താങ്ക്സ് ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അറൗണ്ട്
ഇവിടെ നാട്ടിലുള്ളവർ തന്നെ അല്ലേ? ഐ തിങ്ക് ഫ്രം ദ സ്റ്റാർട്ട് തന്നെ നമ്മള് നാലുപേരും വി വർ ഇൻ ദ മ്യൂസിക് സർക്കിൾ. ഇപ്പൊ പാലി പ്രൊഡ്യൂസ് ചെയ്യും, പൈ ഡ്രം ബാൻഡിൽ ഉണ്ടായിരുന്നു, വേറെ ടീച്ചറായിരുന്നു. ട്യൂട്ടറും ആയിരുന്നു, വേറൊരു ബാൻഡിൽ പ്ലേ ചെയ്യായിരുന്നു. അശ്വിൻ മെറ്റൽ വോക്കലിസ്റ്റ് ആയിരുന്നു. ഞാനും ഫ്രം എ യങ് ഏജ് കുറെ ഓൾട്ടർനേറ്റ് ഗിറ്റാർ സ്റ്റൈൽസ്, പെർക്കസീവ് ഗിറ്റാർ ഒക്കെ വായിക്കായിരുന്നു. അപ്പൊ നമുക്ക് നാലുപേർക്കും ഒരു ഒറിജിനൽ മ്യൂസിക് ഉണ്ടാക്കണം എന്ന് വി ഓൾവേസ് ഹാഡ് ഒരു ആഗ്രഹം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വരുമ്പോ ചിലപ്പോ മലയാളം മാറി ഇംഗ്ലീഷ് ആയി പോകും. ആൻഡ് വി വർ ഓൾസോ കുറെ ഇൻസ്പയർഡ് ബൈ അവിയൽ, മദർ ജെയിൻ ഒക്കെ പോലെ ബാൻഡ്സ് ഫ്രം കേരള. അപ്പോ അങ്ങനെ നമ്മൾ നാലുപേരും കൂട്ടിമുട്ടിയപ്പോ ആ ഒരു ഒറിജിനൽ മ്യൂസിക് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങുന്നത്. നിങ്ങളുടെ പേര് ഭയങ്കര രസാട്ടോ, പാലി, പായി, അശ്വിൻ, അശ്വിൻ, അതിലൊരു കണക്ഷൻ ഉണ്ട്, രസാണ് അതിന്റെ ഒരു എവിടെയൊക്കെ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകണം. അങ്ങനെ പറയാറുണ്ട്. ഷോർട്ട് ഫോം ഇല്ല, ഷോർട്ട് ഫോം അങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാത്തിനും വേറെ വേറെ ഷോർട്ട് ഫോം ഉണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് പാലിനെ ഞങ്ങൾ പാലപ്പം എന്നാ വിളിക്കാറ്. പാലപ്പം. ഇത് പൈമാനാണ്, ഇത് അച്ചുമോനും ഞാൻ തള്ളിയുമാണ്. അപ്പൊ എല്ലാം കൂടെ നാലും മറ്റേ അങ്ങനെ ഒരു ചെറിയ പെറ്റ് നെയിംസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഇപ്പൊ മ്യൂസിക് വീഡിയോയിലും ആ നെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ വന്ന് ഞങ്ങൾ പാട്ടുകൾക്കും പെറ്റ് നെയിംസ് വെച്ച് തുടങ്ങി. ഞങ്ങൾ പറയുമ്പോ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്തക്ക രീതിയിൽ. നിങ്ങളുടെ നമ്മുടെ ഈ ബാൻഡിന്റെ പേര് ഭയങ്കര രസമാണ് കേൾക്കാൻ. ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതെന്താ എങ്ങനെ ഒരു പേര്, ശരിക്കും ആ പേര് എങ്ങനെയാണ് വരുന്നത്? അതെ, അല്ല, ഒരു കാര്യം ഞാൻ സത്യം പറയട്ടെ, നേരത്തെ വെൻ ചായ വരെ എത്തിയപ്പോൾ ഞാൻ ഒന്നും ഞെട്ടി. കാരണം മിക്കയിടത്തും പോകുമ്പോൾ ഈ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും തമ്മിൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. വെൻ ചായ് മീറ്റ്സ് ടോസ്റ്റ് ആണോ മെറ്റ് ടോസ്റ്റ് ആണോ? അപ്പൊ പാസ്റ്റ് ടെൻസ് വെൻ ചായ് മെറ്റ് ടോസ്റ്റ് ഉണ്ടായത്. ഐ തിങ്ക് ഞങ്ങൾക്ക് ഒരു ബാൻഡ് നെയിം വേണമായിരുന്നു, ലൈക്ക് എവറി അതർ ബാൻഡ് ഞങ്ങൾക്ക് ഒരു ബാൻഡ് നെയിം വേണമായിരുന്നു. ആ സമയത്ത് കിട്ടിയൊരു പേരാണ്. പിന്നെ നമ്മൾ അതിനെ വൃത്തികരിച്ച് ഞങ്ങൾ അതിന് കുറച്ച് അർത്ഥമൊക്കെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ചായ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ, ടോസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ. അപ്പൊ അതിന്റെ ഒരു അമാൽഗമേഷൻ അല്ലെങ്കിൽ കൂട്ടിച്ചേരലാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്കാലോ എന്നുള്ള രീതിയിലാക്കി. പക്ഷെ ഐ തിങ്ക് അത് ഞങ്ങളുടെ പാട്ടും ആ പേരും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്. ലൈക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഫ്രഷ് ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഐ തിങ്ക് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വെൽ. ഇപ്പൊ ഒരു 10 years കഴിഞ്ഞ സമയത്ത് ഇന്ന് ആ പേര് പോപ്പുലാരിറ്റി എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടെന്ന് അറിയാം. ഇന്ന് നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു തോട്ടിൽ എന്താ പോയി ശരിക്കും? അത് എങ്ങനത്തോളം? അത് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ അനൗൺസ്മെന്റ് വീഡിയോ കണ്ടാ അറിയാം. ഞങ്ങൾ പേര് കേട്ടാൽ എന്താണ് ഞങ്ങൾ ആദ്യം വിചാരിക്കുന്നത്. അതിനകത്ത് ഞങ്ങളുടെ പോസ്റ്ററിൽ വെഞ്ചാമരം ദോസ്ത് എന്നാണ്. അപ്പൊ വെൻ ചായ് മെറ്റ് ടോസ്റ്റ് എന്നുള്ള യൂഷ്വലി ഇവിടെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ പറയുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ സമയത്തൊക്കെ ഇവിടെ പ്രാക്ടീസിന് പോകാൻ വേണ്ടി ഊബർ ചേട്ടന്മാരോടൊക്കെ വരും. അപ്പം ചേട്ടന്മാർക്ക് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പറയാം എന്താ ചെയ്യണം, അപ്പം മ്യൂസിക് ഏതാ ബാൻഡ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് മ്യൂസിക് മോജോ ചെറുതായിട്ട് പ്ലേ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ അതിന്റെ പരിപാടിയാണ് നിൽക്കുക. അപ്പൊ ഒരു വെൻ ചായ് മെറ്റ് ടോസ്റ്റ് എന്ന് പറയുമ്പോൾ ചൈനീസ് പേരാണ്. പെട്ടെന്ന് പറയുമ്പോ ആൾക്കാർക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ ചിലർ വെഞ്ചാമരം ദോസ്താണോ, അപ്പൊ അങ്ങനെ വന്ന ഇതാണ് ഐ തിങ്ക്. പക്ഷെ ഹാർഡ് ഫോർ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പറയാൻ, പക്ഷെ നമ്മുടെ മ്യൂസിക്കായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിപ്പം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഈ 4 പേരെ നമ്മൾ കണ്ടിട്ടുള്ളത്, അതിന് പുറകെ ഒരു വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും, കോഴ്സ് ഉണ്ടാവും. ഈ തുടക്ക സമയത്ത് ഒരു എത്രത്തോളം ചാലഞ്ചസ് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ 4 പേരും? ഇല്ല, അല്ല വ്യത്യാസമുണ്ട്. പാട്ടുണ്ടാക്കുന്നത് ആക്ച്വലി നമ്മള് എപ്പോഴും നമ്മള് 10 years ആയിട്ട് ഇത്ര ഹിറ്റ്സ് ഉണ്ടെന്ന് അങ്ങനെ ആലോചിക്കുന്നില്ല. അത് ബാക്ക് ടു സ്ക്വയർ വൺ പോലെ തന്നെ പാട്ടുണ്ടാക്കണം. നമ്മൾ ഇടുന്ന എഫേർട്ട് സെയിം, അതിനുവേണ്ടി എഫേർട്ട് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. ഇപ്പോൾ അതിൻ്റെ വേണ്ടി ഇപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലി നമുക്ക് അറിയില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വാങ്ങിച്ച് അത് പഠിച്ച് അത് നമ്മുടെ പാട്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ആക്ച്വലി നമ്മളൊരു ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അത് 10 years ആണെങ്കിലും മരിക്കണവരാണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഞങ്ങൾ വിചാരിച്ചതും വിചാരിക്കാത്തായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഈ ബാൻഡ് വഴി നേടിയെടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഗോഡ്സ് ഗ്രേസ് ഓർ വാട്ട് എവർ യു കോൾ ഇറ്റ്, ഞങ്ങളുടെ ഹാർഡ് വർക്ക്, പീപ്പിൾ അറൗണ്ട് അസ്, അത് ആരായാലും ഐ ഫീൽ ലൈക്ക് ഞങ്ങൾക്ക് ആ ബാൻഡ് എന്ന് പറഞ്ഞൊരു കൾച്ചർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞങ്ങൾക്ക് ഇപ്പം വി ആർ ലിവിങ് ഇറ്റ്, ഞങ്ങളത് ജീവിച്ചുകൊണ്ടിരിക്കുക.
ഞങ്ങൾ വി ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. ഞങ്ങൾ പുറത്ത് പോകും, ലണ്ടനിൽ പോകും, US പോകും. ഞങ്ങളുടെ തന്നെ പാട്ടിൽ ഞങ്ങൾ എഴുതിയ പാട്ടുകൾ ആൾക്കാർ തിരിച്ച് പാടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് സക്സസ് ഇസ് ഫോർ us ആസ് ഓഫ് നൗ. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ലൈക്ക് എ ലോട്ട് മോർ പീപ്പിൾ ലിസ്ണിംഗ് ടു ഇറ്റ്. അല്ലെങ്കിൽ കുറേ പേരും കൂടെ കേൾക്കുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടെ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ പാട്ടിൽ നിങ്ങൾ കേട്ട് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം. ആൻഡ് ഐ തിങ്ക് ഞങ്ങളായിരിക്കും പ്രോബ്ലി ദ ഫസ്റ്റ് ബാൻഡ് ഫ്രം കേരള ലണ്ടനിലും ന്യൂയോർക്കിലും ഒക്കെ ഒരു വലിയ വെന്യൂ സെൽ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഇൻഡിവിജ്വൽ ഷോസ്, നോട്ട് പ്രൊമോട്ടർ ഷോസ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ആക്ച്വലി മലയാളികൾക്ക് നമ്മൾ അറിയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞ സോങ് മലയാളികൾക്കായി കേരളത്തിന് വേണ്ടി ട്രിബ്യൂട്ട് ചെയ്തൊരു സോങ് റിലീസിന് ഒരുങ്ങുകയാണ്. എനിക്ക് ആ സോങ്ങിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് അറിയാം. അല്ല, ഇത് ഐ തിങ്ക് ഞങ്ങൾ എഴുതി തുടങ്ങിയപ്പോഴും വീടിനെ പറ്റി തന്നെ എഴുതി തുടങ്ങി. ഐ തിങ്ക് ആ ഒരു ഒത്തൻറ്റിക് സൗണ്ട് കംസ് ഫ്രോം ഞങ്ങൾ നാലുപേരും വീട്ടിൽ നിന്ന് ഞങ്ങൾ വളർന്നതിൻ്റെ സാഹചര്യം വെച്ചാണ് ഞങ്ങൾ എഴുതുന്നത്. അപ്പോൾ അത് ഹാസ് കം ഔട്ട് ഇൻ ദ ഫസ്റ്റ് ആൽബം ഓൾസോ. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് വി ബിക്കേം എ ഫുൾ സർക്കിൾ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ എഴുതുന്നത് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ആ പാട്ട് ഇറ്റ് കെയിം ടുഗെദർ. ആൻഡ് ദെൻ അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. അതെ, അപ്പം അത് ആ പുള്ളി എന്നും പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. അല്ല, എല്ലാവർക്കും അറിയാം, പുള്ളിനെ അറിയാതിരിക്കാൻ ആർക്കും വഴിയില്ല. ഫോർ ഷുവർ. കാരണം ആ പാട്ട് വരുമ്പം യു ഡോണ്ട് റിയലി റിയലൈസ്. അല്ല, ഇതിനകത്ത് ഐ ഫീൽ ഞങ്ങൾക്കും കേരളം കാണിക്കണം എന്ന് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഈ കൺഫ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ പേർക്ക് കൺഫ്യൂഷനാണ് ഞങ്ങൾ എവിടെ നിന്നാന്നുള്ളത്. ആൻഡ് കേരളം ഒരു വീടാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളുടെ വീട്ടുകാരും ഫാമിലി എല്ലാവരും വീഡിയോയിലുണ്ട്. അപ്പോൾ അതെല്ലാം ആദ്യമായിട്ട് വന്നു. അപ്പോൾ അവരെയും കാണിക്കാൻ പറ്റി, ഞങ്ങളെയും കാണിക്കാൻ പറ്റി. ഞങ്ങളുടെ ഫാൻസിന് കുറേ കാലമായിട്ടുള്ള ഞങ്ങളെ കേൾക്കുന്ന ഫാൻസ് ഉണ്ട്, ഓൾ ഓവർ ഇന്ത്യ ഉള്ള കുറേ പേരുണ്ട്. അവർക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് ഓ ദേവ് കം ബാക്ക് അഗൈൻ. ആ ഒരു മൊമെന്റം അല്ലെങ്കിൽ ആ മൂമെന്റ് കൊടുക്കാൻ പറ്റി. എവിടെ പോലും നമ്മുടെ ഒരു റൂട്ട് എവിടെ പോലും ബിരിയാണി ലണ്ടനിൽ പോയിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി സ്പോട്ട് കണ്ടുപിടിച്ചു. മിക്ക ബിരിയാണിയും അതെ, ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കും അല്ലെങ്കിൽ ബിരിയാണി കഴിക്കും. അത് എവിടെ നിന്നാണെങ്കിലും ടോർ ചെയ്യുമ്പോൾ തന്നെ എയർബിഎംബിലാണെങ്കിൽ അവിടെ കുക്ക് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് നമ്മള് സദ്യ. ഞങ്ങൾ ഇപ്രാവശ്യം US ടവർ പോയ സമയത്ത് ഞങ്ങൾക്ക് വീട് അങ്ങനെയാണ് ഈ ആൽബം തന്നെ വരാൻ കാരണം എന്ന് ഞാൻ പറയുള്ളൂ. ഹോം സിക്നെസ് ഭയങ്കരമായിട്ട് അടിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു പാകിസ്ഥാനി മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ സദ്യയൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ ഓണത്തിന് ഞങ്ങൾ നാലൊരു മാത്രം കഴിച്ചത് 8 മണിക്കാണ്. പക്ഷെ വി ഹാഡ് എ ഗുഡ് ടൈം. അപ്പൊ അത് ആ ഒരു നാട് മിസ്സിംഗ്, ആ ഹോം ഐ തിങ്ക് ഇറ്റ്സ് ഇൻസ്റ്റിൽഡ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മള് പുറമേ കാണുമ്പോ ആ ഒരു കൾച്ചർ, അവിടുത്തെ ഫുഡ് സ്റ്റൈലൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവാന്നാണ്. അല്ല, അതുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോ നമുക്ക് ആ ബിരിയാണിയുടെ ആ ഫ്ലേവർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ചോറിന്റെ ഇല്ലെങ്കിൽ നടക്കില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും കേരളത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും ഈ വീഡിയോയിൽ ഇല്ല. അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ചേഞ്ച് വരുത്തണം, അങ്ങനെ ഉണ്ടായിരുന്നോ ശരിക്കും? ഞങ്ങൾക്ക് ഈ ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വീട് കേരളത്തിലാണ്. അപ്പൊ അത് കാണിക്കാനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം വരണവരെല്ലാം ഈ വള്ളംകളിയും ഇതെല്ലാം കാണും. നമ്മുടെ കേരളത്തിലുള്ള ബേസിക് കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാവരും കാണും. കഥകളി, തെയ്യം, അതെല്ലാം എല്ലാവരും കാണാം. ഈ നാട്ടിലുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു, ഞാൻ ഇവരുടെ അടുത്ത് പറയാറുള്ള സാധനം, പുറത്ത് നാട്ടിൽ പോകുമ്പം എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ഇഷ്ടമാണ്. കാരണം അവിടുത്തെ ഒരു കൾച്ചർ ഫ്ലേവർ ആ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ യുൽ ഗെറ്റ് ടു നോ എന്തൊക്കെയാണ് പുതിയ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാൻ ഇഷ്ടം. അപ്പൊ ആ ഫ്ലേവർ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അത് ആൾക്കാർ ഇവിടെ വരുമ്പോൾ പുറത്തുനിന്ന് അനുഭവിക്കും. അകത്ത് എന്താണെന്നുള്ളത് കാണിക്കാനുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ്, ഞങ്ങളുടെ വീട് ഇവിടെ നിന്നാണ്, ആ വീടിനെ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ടാണ് ഒരുപാട് ഡ്രാസ്റ്റിക്കലി പോവാത്തത്. ഇതിവിടെ ഡിസൈഫർ ചെയ്തോണ്ടിരിക്കുക മലയാളത്തിൽ എങ്ങനെ ഞാൻ പറയും. തനി ലോക്കൽ മലയാളി വന്ന കൊച്ചിയാവും, ഭയങ്കര കൊച്ചിയാവും. പിന്നെ പോണേണോ പന്നെയാണെന്ന് പറഞ്ഞാൽ നോക്കൂല. പക്ഷെ ഇപ്പം ജോക്കറിയൻ ഇതിലൊരു പാടുന്നുണ്ട്, ഒരു സർപ്രൈസ് ആണ്. അദ്ദേഹമായിട്ടുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? ജോബേട്ടൻ എന്ന് പറയുന്ന ആള് നമ്മൾ പണ്ട് തൊട്ട് കാണുന്നുണ്ട്, അബിയിലൂടെ വായിക്കുന്നത്. പിന്നെ ജോബേട്ടൻ ഇൻഡിവിജ്വലി സൂപ്പർ സ്റ്റാർ അന്നോട്ട് തന്നെ ടി വിയിൽ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ ജോബേട്ടൻ നമ്മുടെ പാട്ടിൽ വരാന്നുള്ളത് നമുക്ക് എങ്ങനെ വരുന്ന അറിയില്ലായിരുന്നു ആക്ച്വലി.
അപ്പോൾ ഇനീഷ്യലി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ സെക്കൻഡ് ഫീച്ചറാണ് നമുക്ക് ഒരു ഫീറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ മലയാളം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫീച്ചർ ഉണ്ടെങ്കിൽ ജോബേട്ടൻ ചെയ്യുന്നുള്ള ഒരു എല്ലാവർക്കും ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഡ്രീം ലാൻഡ് വന്നപ്പോൾ നമ്മൾ ആദ്യം ഒരു ബ്രിഡ്ജ് പോലെ എഴുതിയായിരുന്നു ആ സെഷൻ. മറ്റേ ഒരു ലിറിക്കില്ലാണ്ട് ഒന്ന് പാടി ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ അത് മാറി നമുക്ക് എന്തായാലും നമ്മുടെ നാടിനൊട്ടി പറയാം, നമുക്ക് മലയാളം ലിറിക്സ് എഴുതാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എങ്കന്നൂർ ചന്ദ്രശേഖരൻ്റെ അടുത്ത് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ലിറിക്സ് എഴുതി. മെയിൻ ടൈം നമ്മൾ ജോബേട്ടനെ വിളിച്ചു, ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അപ്പോൾ ജോബേട്ടൻ ഒരു പാട്ട് അയക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് റഫ് അശ്വിൻ പാടിയിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ജോബേട്ടൻ പറഞ്ഞു ഞാൻ പാടാം, എനിക്ക് നല്ല വൈബ് ഇഷ്ടപ്പെട്ടു, നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ജോബേട്ടന് ഫീച്ചർ ചെയ്തിട്ടില്ല, ജോബേട്ടനും ഫസ്റ്റ് ടൈം. അപ്പോൾ ജോബേട്ടൻ എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെ വരും എന്നറിയില്ല. പക്ഷെ എല്ലാം കറക്റ്റ് ആയിട്ട് കേരളം ഐ തിങ്ക് ജോബേട്ടന്റെ ശബ്ദം റെപ്രസെന്റ്സ് കേരളം ഭയങ്കരമായിട്ട് റൂട്ടഡും ആ ഒരു ഹസ്കിനെസ്, ആ മൊത്തം ഒരു ആ ഫ്ലേവർ ഓഫ് എ സൗണ്ട് ഭയങ്കരമായിട്ട് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു. അതെ, മലയാളി ആണ്, പക്ഷെ ഹീസ് ഗോട്ട് അവിടെ ഒരു ചെറിയൊരു പണ്ട് ഇംഗ്ലീഷ് പാടിയ സൂപ്പർ സ്റ്റാറിൽ വന്ന് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പാടിയ വ്യക്തി എന്നൊക്കെയുള്ള ഇതിലൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ ജോബേട്ടൻ പക്ഷെ വർക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ജോബേട്ടൻ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ ജോബേട്ട പൊളി. ഔട്ട്പുട്ട് കണ്ടപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? ശരിക്കും ജോബേട്ടൻ ഭയങ്കര ഞങ്ങളുടെ വീഡിയോ ഷൂട്ടിനും വന്നിരുന്നു, ജോബേട്ടനും വൈഫും വന്നിരുന്നു. വീഡിയോയിലും ഫുൾ ഓൺ ആയിരുന്നു, നല്ല രസമായിരുന്നു ജോബേട്ടൻ. ഷൂട്ട് കഴിഞ്ഞിട്ടും റെക്കോർഡിങ്ങിന്റെ ദിവസവും ജോബേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടേക്സ് എടുത്തതും അത് ഭയങ്കര ഒരു ഐസ് ബ്രേക്കർ ആയിരുന്നു. ജോബേട്ടൻ അത് പാടി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ സംതിങ്. ഇപ്പം ഒത്തിരി സോങ്സ് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ തന്നെ. എത്രയും ഒരു പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോങ് ഉണ്ടോ? അത് അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വളരെ പെട്ടെന്ന് റെഡി ആക്കിയുള്ള ഒരു സോങ് ഏതായിരുന്നു ചോദിക്കുകയാണെങ്കിൽ? ഇഷ്ടം പോലെ ഒരു ദിവസത്തിൽ ഉണ്ടായ പാട്ട്. അല്ല, അതിന് മുമ്പേ ഞാൻ എഴുതി, പ്രൊഡക്ഷൻ വൈസ് ഒരു ദിവസത്തിൽ തീർന്നു. അങ്ങനെ കുറെ പാട്ടില് ഇൻസ്റ്റന്റ് ആയിട്ട് വരും, കുറെ പാട്ടില് അത് നീ പറയുന്നത്. ഐ തിങ്ക് ചില പാട്ടുകള് നമ്മുടെ ലിറിക്കും മെലഡിയും ഒരുമിച്ച് വരും. അങ്ങനത്തെ പാട്ടുകൾ പെട്ടെന്നുണ്ടാവും. ചിലപ്പോൾ നമുക്കൊരു ലിറിക്ക് ഹുക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെലഡി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് 2 മാസം നമ്മൾ ഈ പാട്ടിൽ ഓരോ വേർഷൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് 2 മാസം കഴിഞ്ഞ് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ ഐഡിയ കിട്ടും. അപ്പോൾ ആ പാട്ടിനെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഒറ്റ അടിക്ക് സോങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സമയം എടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് ഈ ആൽബത്തിലും ഒരു 3-4 പാട്ടും അതുപോലെ കുറെ ഇറ്ററേഷൻസ് കഴിഞ്ഞ് B6 B7 ഒക്കെയാണ് ഇപ്പോ ആൽബത്തിലുള്ള വേർഷൻസ്. ശരിക്കും ഒരു പ്രോസസ്സിങ് എങ്ങനെയാ? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോങ് നമ്മളിപ്പോ കാണുന്ന ഔട്ട്പുട്ട് വരുന്ന ഒരു സോങ്ങിന്റെ ഒരു ബാക്ക് സ്റ്റോറി എങ്ങനെയാ? ശരിക്കും നമ്മൾ പാട്ട് മെയിൻലി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും. നമ്മൾ കുറെ ഓൾ അറൗണ്ട് ഇന്ത്യയും വേൾഡൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ ഞാൻ വായിക്കുന്ന എന്തെങ്കിലും വെളിനോട്ടാവാം, അല്ലെങ്കിൽ അശ്വിൻ എന്തെങ്കിലും പാടുന്നൊരു മെലഡി വെച്ചായിരിക്കും നമ്മൾ ബാക്ക് ചെയ്യണം. അപ്പോൾ അതപ്പം തന്നെ അച്ഛത്ത് വോയിസ് നോട്ടിൽ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ കുറേ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓൺ ദ ഗോ മറ്റേ ഒരുപാട് നോയ്സ്. ഇപ്പോഴും നോക്കിയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ആൽബം കഴിഞ്ഞു, എന്നാലും അച്ചൂടെ ഫോണിലൊരു 150 വോയിസ് നോട്ടിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ഈയിടയ്ക്ക് തന്നെ 2 ദിവസം മുമ്പ് ജാം ചെയ്തുള്ളൂ, ആൽബത്തിന്റെ പരിപാടി ജാം ചെയ്യാൻ വേണ്ടി. അപ്പോഴും ഞങ്ങൾ ആക്ച്വലി 2 വോയിസ് നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണം ജാം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഇപ്രാവശ്യം നമ്മള് പുതിയതായിട്ട് ചെയ്തത് ഒരു സോങ് റൈറ്റിംഗ് ക്യാമ്പ് പോലെ ചെയ്തു. അപ്പൊ ഞങ്ങള് 4 പേരും ഒരു ഹിൽ സ്റ്റേഷൻ, അങ്ങനെ ഒരു വേറൊരു അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത് താമസിച്ച് ഒരു 3 ദിവസം. രണ്ടും പറയാം, സ്ഥലങ്ങൾ പറയാം. ആഷ്ലി ബംഗ്ലാവ്, ആഷ്ലി ബംഗ്ലാവിൽ ഒരു 2 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു കുറ്റിക്കാനം. പിന്നെ വയനാട് ഹിപ്നോറ്റിക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും 3-4 ദിവസം നിന്ന് അവിടെ ഇരുന്നാണ് ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്ഥലവും കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുൾ പാട്ടൊക്കെ എഴുതി. നമ്മള് ബേസിക് റെക്കോർഡിംഗ് സെറ്റപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ടാണ് പോയത്. ഓൾറെഡി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ സ്റ്റേജ് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ഫാൻസ് ഉണ്ടാവില്ലേ? ഐ മീൻ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ്?
ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാമോ ആർക്കായിരിക്കും സൈലന്റ് ആയിട്ട് തോന്നുന്നു ഇങ്ങോട്ടാണോ? അതൊരു സൈലന്റ് കില്ലറാണ്. ശരിക്കും ഞങ്ങളെ പറയുന്നത് വെൻചാമറ്റോസ് അവനും ഞങ്ങൾ മൂന്ന് നോക്കും. അതാണ് ആള് പറയട്ടെ silent. പണ്ടേ നല്ല ബ്രേസസ് ഒക്കെ ഇട്ട് വീട്ടിൽ നല്ല ഇഷ്ടപ്പെടാനായിട്ട് വിട്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ഇവര് മൂന്നുപേരുമാണ്. അതെടുത്ത് പറഞ്ഞിരിക്കുന്നു. പ്രിയ അതൊക്കെ പ്രപ്പോസൽസ് ഓഫ് കോഴ്സ് ഒത്തിരി വരുന്നുണ്ടാവില്ലേ? കുറച്ചൊക്കെ My God, dude, like ശരിക്കും ഇപ്പൊ ഫാൻസ് ഇപ്പൊ ലൈവ് ഷോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു പാളി എന്നൊക്കെ പറയും. നിങ്ങൾ എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്ത് മുന്നോട്ട് പറഞ്ഞ കറക്റ്റ്. ശരിക്കും ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത ഒരു കഥകൾ പറയാറുണ്ട്. കയ്യിൽ നിന്ന് പോയ സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാവാതെ നമ്മളത് പിടിക്കുന്നു. അങ്ങനെ വല്ല മനോഹരമായ ഏറ്റവും പാളുന്നത് പാലിക്കാണ്. പേരുണ്ട് പാളി. പേരോട് ചോദിച്ചു. ഇല്ല അത് ഇപ്പൊ ഞങ്ങള് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഡ് ആയി. ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോ പാനിക് അടിക്കാം, ചിലപ്പോ ഒന്ന് ആലോചിക്കാം, ചിലപ്പോ ഒന്ന് നിർത്തിയിട്ട് തുടങ്ങും. ചിലപ്പോ ഇതിപ്പോ ഇവനിപ്പോ ഒരു ദിവസം ഡ്രംസ് വായിച്ചില്ലെങ്കിലും ഞങ്ങൾ ആ മൊത്തം സെറ്റ് വായിച്ചിട്ട് ഇറങ്ങുള്ളൂ. ആ അവസ്ഥയിലാണ്. അപ്പം മാഞ്ചസ്റ്ററിൽ ഞാൻ ഭയങ്കര മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഷോ ഒരു ബ്രേക്ക് ഫ്രീ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു ഔട്ട്രോ വായിക്കണം പിയാനോയില്. അപ്പോൾ അന്ന് എൻ്റെ വൈഫും കൊച്ചും മാഞ്ചസ്റ്റർ ഷോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അവൻ കാണുന്നത് എൻ്റെ ഷോ. അപ്പൊ ഞാനിപ്പം വന്ന് ഇവന്റെ സൈഡിലേക്ക് ഞാൻ മറന്നുപോയി വായിക്കണ കാര്യം തന്നെ. ഈ ഔട്ട്രോ എന്ന് പറഞ്ഞ ഒരു മെലഡിയാ. പിയാനോ മാത്രമേ ഉള്ളൂ, ഞാനേ വായിക്കണ്ടേ. അപ്പൊ സ്പോട്ട് ലൈറ്റ് ഒക്കെ എനിക്ക് ഇട്ടു. ഞാനിങ്ങനെ ഇതത്രേ ഉള്ളു. തിരിഞ്ഞു നോക്കാം. ഇവര് പറയുന്നുണ്ട് വായിക്കി എന്താ. പിന്നെ ഞങ്ങള് പിന്നെ ഐ തിങ്ക് വി ടേക്ക് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഇറ്റ്. കാരണം ഹ്യൂമൻ ആണ്, പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കുറെ കാര്യം ലൈവ് വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കും. പക്ഷെ നമുക്ക് പറ്റാവുന്നത്ര പരമാവധി നമുക്ക് ട്രൈ ചെയ്യാം. അല്ല, നമ്മള് ഈ എക്സ്പീരിയൻസ് വെച്ച് തന്നെ ആ ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അത് എങ്ങനെ എടുത്ത് പിടിക്കാം, കണ്ണടച്ച് പാല് കുടിക്കാം. എക്സ്പീരിയൻസ് കൂടി ക്രൗഡിന്റെ എനർജി വരുമ്പോ നമ്മളും ഭയങ്കര മറ്റേ നമുക്കും എനർജി ഭയങ്കരമായിട്ട് കൂടും. അപ്പോ ചിലപ്പോ എന്തെങ്കിലും ബംപ് നോട്ട് വരുന്ന ഉറപ്പാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് അടുത്തിലോട്ട് കയറും. അപ്പൊ ഇപ്പൊ ബേസിക്കലി ആരെങ്കിലും തെറ്റിയാൽ നമ്മൾ ചിരിച്ചത് കവറപ്പ് ചെയ്യുക. ചിരിച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിക്കും ഓ ഇവരെന്താ സ്ട്രെസ്സാ, നമ്മൾ മറ്റേ പക്ഷെ നീ ഇവിടെ ഇപ്പം ഒരുപാട് സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറക്കാനാവാത്ത ഒരു ആരാധകനോ ആരാധികയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ലൈവ് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇപ്പോഴും ഐ തിങ്ക് ആരാധകൻ പറയാം. US ചന്ദ്ര എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഫാൻ ഉണ്ട്. പുള്ളി US എല്ലാ സിറ്റി നമ്മൾ പെർഫോം ചെയ്തതിലും പുള്ളി നമ്മളോട് ട്രാവൽ ചെയ്തു. പുള്ളിയുടെ ഓൺ ഫ്ലൈറ്റും ഹോട്ടലും ടിക്കറ്റ് ഞങ്ങളുടെ ഗസ്റ്റ് പോലും വാങ്ങിച്ചിട്ടില്ല. പുള്ളിയുടെ കാറിന്റെ പേര് ഫയർഫ്ലൈയും കാറിന്റെ നമ്പർ പ്ലേറ്റ് WCMT വെൻസാമെറ്റോസ്റ്റാണ്. നമ്മള് ടോർ പോസ്റ്റർ അനൗൺസ് ചെയ്തപ്പോ തന്നെ ചന്ദ്ര ആക്ച്വലി എല്ലാം ചാർട്ട് ചെയ്തു, പ്ലാൻസ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത്. നമ്മൾ എത്ര 8 to 9 ഷോസ് ആണ് US ത്രൂ ഔട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവനെ നേരത്തെ അറിയത്തേ ഇല്ല. ഞങ്ങളൊരു 8 കൊല്ലത്തിന് ശേഷമാണ് പുള്ളിനെ ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. പുള്ളി US ഹൈദരാബാദായിട്ട് ഞങ്ങളുടെ ഷോക്ക് വന്നിട്ടുണ്ട്. US ഇങ്ങനെ വന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോഴാണ് ഞങ്ങൾ ഞെട്ടുന്നത്. കാരണം എല്ലാ ഷോയ്ക്കും വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ചീപ്പല്ല. അപ്പൊ അത് ഫ്ലൈ ചെയ്ത് അവിടെ വന്നൊരു Airbnb അല്ലെങ്കിൽ റെന്റിൽ എടുത്ത് ഹോട്ടൽ അടുത്ത് നിന്ന് ആ പരിപാടിക്ക് വരും. തിരിച്ച് അടുത്ത ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ മുമ്പത്തെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ എത്തി പരിപാടിക്ക് ഉണ്ടാവും. ആൻഡ് ഇത് 1 വർഷമല്ല 2 വർഷവും US ടൂറിനെ അതിപ്പോ ഒരാള് അല്ലാതെ കുറെ പേരുണ്ട്. ലൈക്ക് ഇന്ത്യയില് ഓരോ സിറ്റിയിലും 1-2 പേര് വെച്ച് ഫാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് എഴുതാറുണ്ട്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഷോയ്ക്ക് പോകുമ്പം ഗിഫ്റ്റ് തരാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ലെറ്റേഴ്സ് എഴുതാറുണ്ട്. ഞങ്ങളുടെ പരിപാടി ഞങ്ങളെയും കാട്ടി കൂടുതൽ ഞങ്ങളെ ഫാമിലിയെ പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഉണ്ട് ആക്ച്വലി. നേച്ചർ ഡേ ഫെസ്റ്റിവൽ എന്താന്ന് പറയണ്ടേ, ഞങ്ങള് ഒരു 2 weeks ബാക്ക് മുന്നേ നേച്ചർ ഡേ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ഈവന്റ് നടത്തിയായിരുന്നു. നേച്ചർ ടേപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള സോങ്സിനെ നമ്മൾ അക്യൂസ്റ്റിക് വേർഷനിൽ റീഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു വേർഷൻസ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ കുറേ വേർഷൻസ് നമ്മൾ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അവിടുത്തെ ആംബിയൻസിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്ന രീതി.
അപ്പോൾ അതിൻ്റെ ഒരു നമ്മളൊരു 5 years ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്തണം എന്നുള്ളത്. അത് ഇപ്പോൾ 2 weeks മുന്നേ അത് കഴിഞ്ഞു. ക്ലോസ് ഒരു 20 ഫാൻസിന് വേണ്ടിയിട്ട് മാത്രം ഹിപ്നോറ്റിക്കിൽ വെച്ചായിരുന്നു നടത്തിയത്. വയനാട് ഫുൾ പ്രോപ്പർട്ടി നമ്മുടെ ആയിരുന്നു. ബാക്കി അവര് ഫാൻസ് വരും, ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യും, ഞങ്ങളോട് കുക്ക് ചെയ്യും, ഞങ്ങളുടെ പാട്ട് പാടുന്നുണ്ട്, ലിസ്ണിംഗ് ആൽബത്തിന് മൊത്തം പാട്ട് കേട്ടു. അപ്പൊ ആ സമയത്ത് വെച്ച് ഈ മഹിത എന്ന് പറയുന്ന ഹൈദരാബാദിലെ പുള്ളിക്കാരി. അപ്പോൾ എന്നോട് ചോദിച്ചു, കൊച്ചിൻ്റെ എപ്പോഴും ചോദിക്കും, വരുമ്പോഴും ചോദിക്കും മോൻ്റെ പടം കാണിച്ചു തരുന്ന പറയും. അപ്പം അങ്ങനെ പടം കാണിച്ചപ്പോൾ അപ്പോൾ വേറെ നമ്മുടെ ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കും കാണുന്നു പറഞ്ഞു. അപ്പോൾ ഇവള് പറയാ, മഹിത പറയാ ഓണത്തിനുള്ള പടം എടുക്കുക. അപ്പോൾ എനിക്ക് ഓണത്തിനുള്ള പടം ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. September 7th നോക്ക് ഞാൻ നമ്മള് മറ്റേ ശരിക്കും ഞാൻ സ്റ്റണ്ട് September 7th അപ്പൊ 5th അപ്പൊ ആ കറക്റ്റ് ഡേറ്റ് ആ മുണ്ട് അവനൊരു മുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ല. പക്ഷെ അവൾക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. 7th പാലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വൈഫും കൊച്ചുമായിട്ട്. കുറച്ചും പേര് ചോദിച്ചില്ലേ സക്സസ് എന്താന്ന് ചോദിച്ചില്ല. ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഇസ് സക്സസ് ഫോർ അസ്. ബിക്കോസ് പീപ്പിൾ ആൾക്കാര് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത്ര ഞങ്ങളുടെ പാട്ടുമായിട്ട് കണക്ട് ആവും, ഇത്ര ഞങ്ങളെ പാട്ട് ഇത്രയും ആൾക്കാർ കേട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ആക്ച്വലി നമ്മളെ പോലെ തന്നെ ഫീൽ ചെയ്യും എന്നുള്ള സാധനമൊന്നും ഞങ്ങൾ ആദ്യം ആലോചിക്കുന്നില്ല. ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തോന്നുന്ന എഴുതുന്നു. അത് ഇപ്പോൾ ഇറ്റ്സ് കം ടു എ പോയിന്റ് വേർ ആൾക്കാർ ആക്ച്വലി അത് കേട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടുകാരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ബിക്കോസ് ഐ തിങ്ക് ഞങ്ങളുടെ 4 പേരുടെയും എഫേർട്ട് ഹാസ് മെയ്ഡ് സംബഡീസ് ലൈഫ് ബെറ്റർ. അത് മാത്രമല്ല, ഇറ്റ് ഈസ് കുറെ ആൾക്കാർ നമുക്ക് എഴുതാറുണ്ട്, അവരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ കൂടെ നമ്മുടെ സോങ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ അവരുടെ പാർട്ട്നേഴ്സിനെ നമ്മുടെ സോങ് വഴി മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ വെഡിങ് വീഡിയോസിന് നമ്മുടെ സോങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വെഡിങ്സ് പ്ലേ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. പിന്നെ അങ്ങനെ കുറെ സ്റ്റോറീസ് ഉണ്ട്, ഹൗ അവർ സോങ്സ് ഹാവ് ഇമ്പാക്റ്റഡ് പീപ്പിൾ. ആൻഡ് I think that is like you said success. I think that അത് ഞങ്ങൾ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ബിക്കോസ് പതുക്കെ ചിലപ്പോൾ ആൾക്കാർ അറിയുള്ളായിരിക്കും, പക്ഷേ ഐ തിങ്ക് ആ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആൾക്കാരെ അറിയുന്ന ആൾക്കാർ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നുള്ള ഇസ് എ വെരി ബിഗ് തിങ് ഫോർ us. ഒത്തിരി പേർക്ക് അത് ആഗ്രഹിച്ചാലും അത് നാച്ചുറലി അത് സംഭവിക്കാറില്ല. കാരണം ഇത്രയും ആളുകൾ അത് ഫോളോ ചെയ്യുന്നു, അത് നിങ്ങൾ ഓർത്ത് വെച്ച് അത് പറയുമ്പോഴും കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷമാവും. നിങ്ങളത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവരെ പോലെ തന്നെ. ഇല്ല, ഞങ്ങൾക്കും അത് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇന്നലെയും കൂടെ ഇത് സംസാരിച്ചുള്ളൂ. തുടങ്ങിയ സമയത്ത് 5 അല്ല 20 തൊട്ട് 100 ആൾക്കാർക്ക് ഞങ്ങൾ പ്ലേ ചെയ്ത് തുടങ്ങി. ബാൻഡ് തുടങ്ങുമ്പോൾ ചെറിയ ഓഡിയൻസിനാണ് പ്ലേ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്തുള്ള ഒരു ഇന്റിമേറ്റ് അഫെക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ലൈവ് എന്ന്. കാരണം 20 പേരെ ഉള്ളെങ്കിൽ ഞാൻ സംസാരിക്കും അവരുടെ അടുത്ത്, നമ്മളെല്ലാവരും ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കും. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ പ്ലേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 3000-3500 ടിക്കറ്റ് വിൽക്കും. അപ്പൊ എനിക്ക് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇവരെ കാണാൻ പറ്റുന്നില്ല, ഇവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു നേച്ചർ ടൈപ്പ് ഫെസ്റ്റിവൽ ബ്രിങ്സ് ഗുഡ് മെമ്മറീസ് ആൻഡ് പീപ്പിൾ ടു അസ്. ആൻഡ് അവിടെ നമ്മൾ ഇവരെല്ലാം മീറ്റ് ചെയ്യും, സംസാരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ വി ആർ ഡൂയിങ് സ്റ്റിൽ സ്മോളർ ഷോസ്. അപ്പൊ അവിടെയൊക്കെ പിന്നെയും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്കും ഇത് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് പേരൊക്കെ ഓർത്ത് വെക്കുന്നത്. അതെ, അതിനായിട്ടൊരു ടൈം കണ്ടെത്താന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അതിന് വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ്. കാരണം അവരുണ്ടെങ്കിലേ നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ച് അവർ ഇത്ര വർഷമായിട്ട് കൂടെ നിൽക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആൻഡ് ഒരു യാത്രയാണ് സത്യത്തില്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടാവും, ഇനിയും അച്ചീവ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. ഒരു വലിയൊരു ബിഗ് ഡ്രീം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഞങ്ങള് ആക്ച്വലി വലിയൊരു ബിഗ് ഡ്രീം അല്ല. ഞാൻ സാധനം പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യുക. നേരത്തെ ചോദിച്ചിരുന്നു എവിടെയാ നല്ല ഒരു സ്ഥലം പ്ലേ ചെയ്തിട്ടുള്ളത്. സ്റ്റേജ്. ഐ മീൻ whatever said and done, being a very small band, പണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഡ്രീം ചെയ്തൊരു സാധനം ഇന്റർനാഷണലിൽ പോയി പ്ലേ ചെയ്യാന്നുള്ളത്, ഞങ്ങളുടെ ടിക്കറ്റ്സ് സെല് ചെയ്ത് ഞങ്ങൾ പ്ലേ ചെയ്യാന്നുള്ള ഒരു ഭയങ്കര ഡ്രീമായിരുന്നു. അതിപ്പോൾ ആക്ച്വലി പോസിബിൾ ആയി തുടങ്ങി. ഞങ്ങൾക്കൊരു 3 കൊല്ലമായിട്ട് ഞങ്ങൾ പോകുന്നു. ഇത്രയും ആൾക്കാർ, 1000 ആൾക്കാർ, 700-1000 ആൾക്കാർ ഞങ്ങൾ ഒരു സ്ഥലത്ത് കാണാൻ വരുന്നു. സോൾഡ് ഔട്ട് ആവുന്നു. ലണ്ടൻ, ടൊറോണ്ടോ, വാങ്കൂവർ, ന്യൂയോർക്ക്, ഇവിടെയൊക്കെ ആൾക്കാർ ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഡ്രീം ഫുൾഫിൽ. ബട്ട് ഒരുപാട് ഡ്രീം ഉണ്ട്. വലിയ വലിയ ഓൺ സ്പോട്ട് ഡ്രീംസ് എല്ലാവർക്കും ഓരോന്നോരോന്നൊക്കെ കാണും. ഒരു മേജർ മ്യൂസിക് ഫെസ്റ്റിവൽ ലൈക്ക് ഒരു കൊച്ചല്ല അല്ലെങ്കിൽ ഗ്ലാസ്റ്റൺബറി, അവിടെ പെർഫോം ചെയ്യുന്ന ഒരു ബിഗ് ഡ്രീം. വെംബ്ലി സ്റ്റേഡിയം, അങ്ങനെ എല്ലാവർക്കും ആ സ്പെസിഫിക് ഡ്രീംസ് എന്തായാലും ഉണ്ടാവും. മിനി വേർഷൻസ് ഓഫ് ഡ്രീംസ് ഓൾറെഡി ഫുൾഫിൽ ചെയ്തു. ഇനി അത് സ്കെയിൽ അപ്പ് ചെയ്യാൻ. എക്സാക്ട്ലി.
ഇങ്ങനെ കോൾപ്ലേയുടെ സ്റ്റേജ് ഷെയർ അതെ ഓപ്പണിംഗ് അല്ല സ്റ്റേജ് ഷെയർ മിസ്റ്റർ മാർട്ടിൻ. മാർട്ടിൻ ചേട്ടന്റെ തോളത്ത് നല്ല പൊക്കമുണ്ട് കേട്ടോ. അതെ സ്റ്റൂളൊക്കെ ശരിക്കും ഇപ്പം ഒത്തിരിയാണ് നിങ്ങളുടെ ഒരു 10 വർഷം മുൻപ് ചെറുപ്പക്കാരെല്ലാവരും കൂടെ ആഗ്രഹത്തിന് പിന്നാലെ പോയി ഇന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്നു. ഇതുപോലെ ഒത്തിരി പേര് ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ ചിലപ്പോൾ സക്സസ് ആവാതെ നിൽക്കുന്ന ആളുകളുണ്ട്, സ്റ്റിൽ ഇപ്പോഴും ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. ശരിക്കും സക്സസ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ നാലുപേരോട് ഞാൻ ചോദിക്കുകയാണ്, അവരോട് ഒരു പറയാൻ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും അവരോട് പറയാൻ? മോട്ടിവേറ്റർ. അല്ല പൈ ഈടായിട്ട് കുറച്ച് എല്ലാവർക്കും മോട്ടിവേഷൻ ആർട്ടിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 10,000 hours എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് 10,000 hours അച്ചീവ് ചെയ്താലേ അതിന്റെ ഒരു വർത്ത് വൈൽ എന്നുള്ളൊരു ഇത് നമുക്കും തോന്നും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ആ ഒരു ഇപ്പോ കുറച്ചുകൂടി വിട്ടു കൊടുക്കുന്ന ഒരു പ്രവണത ഇപ്പൊ വരുന്നുണ്ട് ആൾക്കാർ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിപ്പോ ഒരു റിലീസ് ചെയ്തു, അത് ശരിയായില്ല, ഓ ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ഒരു ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ കുറച്ച് നാളായിട്ട് വരുന്നുണ്ട്. ഈ എന്താ പറയാ, അതിന് നമ്മളിപ്പോ കോണ്ടന്റ് ഇത് എന്താ പറയാ കൺസ്യൂം ചെയ്യുന്നതും അങ്ങനെ ഒരു ഇതാണ്, ഭയങ്കര ഷോർട്ട് ഫോർമാറ്റ് കോണ്ടന്റ് അങ്ങനെയൊക്കെ വരുമ്പോ ആൾക്കാരുടെ ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു നേച്ചർ കുറച്ച് കൂടി. അത് നമ്മുടെ ഒരു കാലത്ത് അത് ഭയങ്കര കുറവായിരുന്നു. അല്ല അത് ഐ വുഡൻ സേ അതൊരു പ്രശ്നമാണ്. കാരണം കുറെ പേര് ആൻഷ്യസ് ആണ്, കുറെ പേര് ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ കാലം പോകുന്തോറും അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഫോർ എനി സോർട്ട് ഓഫ് എന്റർടൈൻമെന്റ്. അപ്പോൾ അതിന്റെ ഒരു സാധനം മാത്രം മനസ്സ് വെച്ച് മുമ്പോട്ട് പോവുക. ആൻഡ് ഈ ഗിവ് അപ്പ് എന്ന് പറയുന്ന സാധനം, ഐ തിങ്ക് ഓൾ 4 of us ഞങ്ങൾ ആദ്യമേ ഇത് തന്നെയാണ് ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോയത്. ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. പ്ലാൻ ബി 4 പേർക്കും ഉണ്ടായിരുന്നില്ല. ഇല്ല, അതുകൊണ്ടായിരിക്കും പ്രോബബ്ലി മറ്റേ എല്ലാം കൊടുത്തങ്ങ് ഇറങ്ങി എന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. വീട്ടുകാർക്കും അറിയാതെ ഞങ്ങൾ 4 മ്യൂസിക് ആയിരുന്നു ഫുൾ ടൈം. ഇപ്പോഴും ആണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങൾ വേറെ പണിയൊന്നും എടുത്തിട്ടില്ല, ബാൻഡിന്റെ പണി മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഒബ്വിയസ്ലി എക്സ്ട്രാ ബാൻഡ് കുറച്ച് വലുതായപ്പോൾ കുറച്ച് എക്സ്ട്രാ ഈ സെഷൻ വർക്ക്, സിനിമ വർക്ക് അങ്ങനെ വന്നതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പാരി മ്യൂസിക് ഡയറക്ടറാണ്, ഞാൻ പാടിയിട്ടുണ്ട്, പൈ ടീച്ചറാണ്, അച്യുത്ത് സെഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് AR റഹ്മാന്റെ കൂടെ. അപ്പൊ അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ബാൻഡിൽ കൂടെ തന്നെയാണ്. ഇപ്പൊ സിനിമ എന്നൊരു ആഗ്രഹം ഐ മീൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി ജാക്കബിന്റെ സുപ്രാജ്യത്തില് ശരിക്കും നിങ്ങൾക്ക് സിനിമ എന്നൊരു ഡ്രീം ഉണ്ടോ? ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സിനിമ ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമുണ്ടോ, അവിടെ എത്താൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഒരു മൈൻഡ്? നമുക്ക് സിനിമ ഒരു അൾട്ടിമേറ്റ് ഡ്രീം അല്ല, പക്ഷെ നമ്മുടെ സൗണ്ടിന് വേണ്ടി ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് ഓപ്പൺ ആണ് സിനിമയിൽ ചെയ്യുന്നതിനായിട്ട്. ഇപ്പൊ ഒരു ഫിലിം നമ്മുടെ സൗണ്ട് ഡിസേർവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതാണ് വേണ്ടെങ്കിൽ നമ്മള് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സൗണ്ട് ഓൾട്ടർ ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് നാട്ടിലെ ആൾക്കാർ ചിലപ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം ഹോം മാത്രമേ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി സിറ്റഡൽ എന്ന് പറഞ്ഞ് വരുൺ ധവാൻ, പ്രിയങ്ക ചോപ്ര ഒരു സീരീസ് ഉണ്ട് ആമസോണിൽ. അതിനകത്ത് ബ്ലൂ സ്കൈസ് എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദോർ ദോ പ്യാർ എന്ന് പറഞ്ഞ വിദ്യാബാലന്റെ ഒരു പടത്തിൽ ആബിജ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. മസേമെ എന്ന് പറഞ്ഞ ഫ്രൈഡേ നൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ ബാബിൽ ഖാൻ, ഇർഫാൻ ഖാന്റെ മോന്റെ പടത്തില് മസേമെ എന്ന് പറഞ്ഞൊരു, ഇതെല്ലാം ഹിന്ദി പാട്ടിൽ ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് മൾട്ടിലിംഗ്വല. അപ്പൊ അത് നാട്ടിലോട്ട് എത്തിയിട്ടില്ല ഞങ്ങൾ. പക്ഷെ പുറത്ത് അതുപോലെ ഞങ്ങളുടെ ഫയർഫ്ലൈ ആയിരുന്നു ഫറാൻ അക്തർ ഇതിന്റെ ടീസറിനെ ഇടയ്ക്ക് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പുതിയ പടത്തിന്റെ. പിന്നെ ഫറാൻ അക്തറുമായിട്ട് ഒരു പാട്ട് കൊളാബറേറ്റ് ചെയ്തിരുന്നു ഇടയ്ക്ക് വെച്ച്. വീർദാസ് എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കൊമീഡിയൻ, ഹി ഹാഡ് യൂസ് നമ്മുടെ സോങ്സ് പുള്ളിയുടെ നെറ്റ്ഫ്ലിക്സ് സ്പെഷ്യലിന്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നു. എല്ലാം സെർച്ച് ചെയ്തോ? ഇതെല്ലാം നമ്മുടെ സൗണ്ട് അല്ല, ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ചില പാട്ടുകൾ ആ സെറ്റപ്പ് എടുത്ത് കളഞ്ഞാലോ അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് എന്തായാലും കിട്ടും. ഞങ്ങൾ ഇന്നലെയും കൂടെ അല്ല, പക്ഷെ വെരി പ്രൗഡ് ഓഫ് ഹൗ എവറി പാട്ട് എല്ലാ പാട്ടും വന്നിട്ടുള്ള ഭയങ്കര നല്ലതായിട്ടാണ്. അപ്പം ആൻഡ് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഇവിടെ. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേരളയിൽ ആ ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി 1-2 വന്നിട്ടുണ്ട്, പക്ഷെ അത് വർക്ക്ഔട്ട് ആയിട്ടില്ല. അപ്പൊ ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ ഞങ്ങള് ചെയ്യൂല എന്നല്ല, പക്ഷെ നമുക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി വരികയാണെങ്കിൽ ഞങ്ങളെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ് സിനിമയെങ്കിൽ വൈ നോട്ട്. മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി അത് മാറ്റാൻ വേണ്ടി ഡ്രീം ലാൻഡ് വരുന്നുണ്ട്.
അതെ. So, Yes, yes, 100%. അത് പറഞ്ഞ ശേഷം മാറ്റങ്ങൾ 100%. ആ, ഉറപ്പായിട്ടും. അത് മലയാളികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്തതിന് മുമ്പ് എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കണമെന്നുണ്ട്. ആ. അത് പാടാവോ? ഫോണിൽ കൂടെ പ്ലേ Just പാടിയാൽ മതി. ഫോണിൽ കൂടെ പാടാലോ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ എന്തിനാ ഗിറ്റാറിലല്ലോ പടി. കിളികൾ പാടും നിറകളായി മിഴികൾ തേടും മലനിരയായി മലരണിയും മൃദുമധുവനികൾ മണ്ണിൻ ചൂരിൻ നീറ്റുമായി കതിരണിയും വയലുകളായി അഴകായി കേരളം. അതെ, ബാക്കിയുണ്ട്. എനിക്ക് ഇൻസ്റ്റാ റീൽസിലൊക്കെ ഇനി ഇതായിരിക്കും. ആയിക്കോട്ടെ, ആവാന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇതുപോലെ ഡ്രീം വെച്ച് പോവാ. ആൻഡ് ഡ്രീം പ്ലാൻ ഒരു വലിയൊരു നിങ്ങളുടെ ഡ്രീം പോലെ തന്നെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ വിഷയമാണ്. ഞാൻ പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഡ്രീം ഒക്കെ സക്സസ് Thank you so ചെയ്യാം. much. Thank you. Thank you so Thank you. much. Thank you. Thank you.